നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി. ആയുർവേദത്തെക്കുറിച്ച് അറിയുന്നവരും ആയുർവേദത്തെക്കുറിച്ച് അറിയാത്തവരും ഒക്കെ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു പേരാണ് ത്രിഫല. നമ്മൾ പല പല രോഗങ്ങൾക്കായിട്ട് ആയുർവേദ ഡോക്ടേഴ്സിനെ സമീപിച്ചിട്ടുള്ള ആളുകൾ, അതായത് നമുക്ക് മുടി കൊഴിച്ചൽ, താരൻ്റെ പ്രശ്നങ്ങൾ, കണ്ണിനുണ്ടാവുന്ന ഇറിറ്റേഷൻസ്, സ്കിന്നിനുണ്ടാവുന്ന അലർജി, പ്രമേഹം, ശോധനക്കുറവ്, അങ്ങനെ പല പ്രശ്നങ്ങൾക്കായിട്ട് ആയുർവേദ ഡോക്ടേഴ്സിനെ സമീപിച്ചിട്ടുള്ള ആളുകൾക്ക് അവരുടെ പ്രിസ്ക്രിപ്ഷനിൽ കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു പേരാണ് ത്രിഫല. ഇങ്ങനെ എല്ലാ രോഗങ്ങൾക്കും ത്രിഫല എഴുതുന്ന സമയത്ത് ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും, ഇത്രയും കാര്യങ്ങൾക്ക് ഈ ഒരു ത്രിഫല മതിയോ, അത്രയും വലിയ കേമനാണോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ത്രിഫലയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫലം ത്രികം ച ത്രിഫല സ വര ച പ്രകീർത്തിത. 3 ഫലങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ത്രിഫല. വര എന്നും ഇതിന് പേരുണ്ട്. നമ്മുടെ മലയാളത്തിൽ കടുക്ക, താനിക്ക, നെല്ലിക്ക എന്ന് പറയുന്ന 3 ഫലങ്ങളുടെ കോമ്പിനേഷനാണ് ത്രിഫല എന്ന് അറിയപ്പെടുന്നത്. സംസ്കൃതത്തിൽ ഇവയുടെ പേര് ഹരീതക്കി, വിഭീതക്കി, ആമലക്കി എന്നാണ്. ഇവിടെ ശാസ്ത്രീയ നാമം ടെർമിനേലിയ ചെബുല, ടെർമിനേലിയ വെലരിക്ക, എംബലിക്ക ഒഫിഷ്യനാലിസ്. ഇതാണ് ഇവരുടെ ശാസ്ത്രീയ നാമം. പ്രപ്പോർഷൻ അനുസരിച്ചിട്ട് ഹരീതക്കി, വിഭീതക്കി, ആമലക്കിയുടെ കോമ്പിനേഷനിൽ പ്രപ്പോർഷൻ 1:1:1, 1:2:1, അല്ലെങ്കിൽ 1:2:3, അങ്ങനെ പല പ്രപ്പോർഷനിലും ഇവ ഉണ്ടാവാറുണ്ട്. ത്രിഫല എന്ന കോമ്പിനേഷനിൽ നമ്മൾ ഒരുപാട് പ്രയോഗങ്ങൾ കേൾക്കാറുണ്ട്. ത്രിഫല ചൂർണം, ത്രിഫല ഘൃതം, ത്രിഫല മഷി, ത്രിഫല തൈലം, ത്രിഫല കേരം, ത്രിഫല കഷായം, അങ്ങനെ ഒരുപാട് കോമ്പിനേഷന് നമ്മുടെ ഈ ഒരു ഒരുപാട് പ്രയോഗങ്ങൾ നമ്മുടെ ഈ ഒരു ത്രിഫല എന്നുള്ള പേര് വെച്ച് കേൾക്കാറുണ്ടല്ലേ. ഓരോ രോഗഭേദം അനുസരിച്ച് ഡോക്ടേഴ്സ് ഓരോന്നും നിർദ്ദേശിക്കുന്നതാണ്. ഈ ത്രിഫലയിൽ സിങ്ക്, പൊട്ടാസ്യം, കാൽഷ്യം, മാഗ്നീഷ്യം, വൈറ്റമിൻ സി, ഫ്ലവനോയിഡ്സ്, ഫീനോൾസ്, പിന്നെ ടാനിൻസ്, അങ്ങനെ ഒരുപാട് ഫൈറ്റോ കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പല 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 അവസ്ഥകളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കണ്ണിൻ്റെ ആരോഗ്യത്തിന്, മുടിയുടെ ആരോഗ്യത്തിന്, സ്കിന്നിൻ്റെ ആരോഗ്യത്തിന്, പ്രമേഹ സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, പിന്നെ കൊളസ്ട്രോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് ത്രിഫല കൊടുക്കാൻ പറ്റും. നമുക്ക് ശോധനക്കുറവ്, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾക്കും ത്രിഫല ഉപയോഗിക്കാറുണ്ട്. ത്രിഫലയുടെ നമ്മുടെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മുടെ ത്രിഫലയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ത്രിഫല പല കണ്ടീഷനിലും യൂസ് ചെയ്യുന്നുള്ളത്. എക്സ്റ്റേണലിയും ത്രിഫല യൂസ് ചെയ്യാറുണ്ട്, ഇൻറ്റേർണലിയും ത്രിഫല യൂസ് ചെയ്യാറുണ്ട്. മുറിവ്, ഉണങ്ങാത്ത വ്രണങ്ങൾ, സ്കിന്നിലുണ്ടാകുന്ന അലർജി, അങ്ങനെയുള്ള കണ്ടീഷനിൽ ത്രിഫല എക്സ്റ്റേണലി ഉപയോഗിക്കാറുണ്ട്. പ്രമേഹം, മുടി കൊഴിച്ചിൽ, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്ക്, പിന്നെ ശോധനക്കുറവ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ത്രിഫല ഇൻറ്റേർണലും യൂസ് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഒരു വൈദ്യനിർദ്ദേശപ്രകാരം അല്ലാതെ ത്രിഫല എന്നല്ല ഒരു മരുന്നും സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.